ചെർപ്പശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ മാർച്ചിൽ തുടങ്ങാനാകുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. അനങ്ങനടിയിലെയും വാണിയംകുളത്തെയും ടർഫുകൾ മാർച്ച് മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ചെർപ്പശ്ശേരിയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെള്ളിയാഴ്ച രാവിലെ ചെർപ്പശ്ശേരിയിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ട് മന്ത്രി സന്ദർശിച്ചു. MLA പി മമ്മിക്കുട്ടിയും നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഗ്രൗണ്ടിന്റെ പ്രതലവും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെ മന്ത്രി ചോദിച്ചറിഞ്ഞു. തുടർന്നാണ് നഗരസഭയിൽ മണ്ഡലം തല അവലോകന യോഗം ചേർന്നത്. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, സെക്രട്ടറി വി ടി പ്രിയ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സി എഞ്ചിനീയർ മുഹമ്മദ് അഷറഫ് APM, അസിസ്റ്റന്റ് എക്സി എഞ്ചിനീയർ ഷമീർ KS തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. വാണിയംകുളത്തെയും അനങ്ങനടിയിലെയും ടർഫുകളുടെ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ നടപടികളുണ്ടാവണമെന്നും ഇതിനാവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും പ്രസിഡന്റുമാർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ മാർച്ചിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും നിർദ്ദേശം നൽകി. ചെർപ്പശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഈ മാർച്ചിനുള്ളിൽ തുടങ്ങാനും യോഗത്തിൽ തീരുമാനിച്ചു. ബജറ്റിൽ 2 കോടി അനുവദിച്ച പദ്ധതിയായതിനാൽ ഇക്കാര്യത്തിൽ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമാക്കി വേഗത്തിൽ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു. 11 മഡ് ടർഫായിരിക്കും ചെർപ്പശ്ശേരിയിലേതെന്നും ഗ്യാലറിയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് കൂടുതൽ തുക ആവശ്യമെങ്കിൽ MLA ഫണ്ടിൽ നിന്നോ നഗരസഭയിൽ നിന്നോ കണ്ടെത്താനും മന്ത്രി നിർദ്ദേശിച്ചു. ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ അവലോകന യോഗമാണ് ചേർന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാണ് ഇവിടെ നമ്മൾ ചെർപ്പശ്ശേരി പണിയാൻ പോകുന്നത്. അതിന് ഇപ്പോൾ സർക്കാരിൻ്റെ ബഡ്ജറ്റ് തുക അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രവൃത്തി 2 മാസത്തിനുള്ളിൽ ആരംഭിക്കാനുള്ള ശ്രമമാണ് ഇത് നടത്തിയത്. അതിൽ 11 ഫുട്ബോൾ കോർട്ടാണ് അത് നിർമ്മിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഗാലറി അതാണ് ഏറ്റവും പ്രധാനമായി അതിലുള്ളത്. മറ്റൊന്ന് വാണിയംകുളം പഞ്ചായത്തിലുള്ള സ്റ്റേഡിയം, അത് മാർച്ചോടുകൂടി ഉദ്ഘാടനം ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ 2 വർക്കുകളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഷൊർണൂരിൽ തന്നെ ഈ വാണിയംകുളത്ത് നിർമ്മിക്കുന്ന ടർഫ് സ്റ്റേഡിയമാണ്. അത് ഏറ്റവും നല്ല നിലവാരമുള്ളതാണ്. അതിൽ ഫ്ലഡ് ലൈറ്റ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അത് മാർച്ചിൽ അവസാന വാരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ക്രിക്കറ്റ് ഏരിയയിൽ ഒരു ഗ്രൗണ്ട് അനുവദിച്ചു. ആ ഗ്രൗണ്ടിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തടസ്സം നിൽക്കുകയാണ്. അത് പൂർത്തീകരിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും. അവിടെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട MLA ഇനി ഏതെങ്കിലും പഞ്ചായത്തുകളിൽ കളിക്കളം ഇല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ അതിനുള്ള പണം അനുവദിക്കാൻ കായിക വകുപ്പ് തയ്യാറാണ്. ഇതാണ് ഇന്നത്തെ ഈ യോഗവുമായി ബന്ധപ്പെട്ട് പറയാം. നിലവിൽ ഈ ഭാഗത്തെ മണ്ണിനൊരു പ്രത്യേകത, ഏറ്റവും നല്ല ടർഫായിട്ടുള്ള മഡ് ടർഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മണ്ണാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരികയാണ് ഈ ടർഫ് നിർമ്മിക്കാൻ. ഇവിടെ അതിന് അധികം പണത്തിൻ്റെ ആവശ്യമില്ല. വളരെ കുറഞ്ഞ പണം കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ടർഫായതുകൊണ്ട് അവിടെ അത് നിർമ്മിക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. ഇതിൽ ഉള്ളൊരു മറ്റൊരു കാര്യം, അനുബന്ധ സൗകര്യങ്ങൾക്കാണ് പണം ആവശ്യമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫെൻസിങ്, ഡ്രെയിനേജ്, ഗാലറി ആൻഡ് ഫ്ലഡ് ലൈറ്റ്. ഈ 4 കാര്യങ്ങൾ ഇതിലിപ്പോൾ ഉണ്ട്. അതിൽ കുറച്ച് ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ ഒരു കുറവാണല്ലോ. അത് ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാൻ അത് മുനിസിപ്പൽ ഫണ്ട് കൊണ്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ്. പിന്നെ ഫെൻസിങ് ഇല്ലാത്ത ഭാഗങ്ങളിലേക്ക് ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ പണി തുടങ്ങുന്ന അവസരത്തിൽ
ബഹുമാനപ്പെട്ട MLA സംസാരിച്ച് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അതിൽ നടത്തും. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഏറ്റവും നല്ലൊരു ഫുട്ബോൾ കോർട്ടായി അത് മാറും. Kavita Gold and Diamonds, the versatile jewelry.